നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമെൻ തണലെന്നും, നീ മതി എൻ യേശുവേ. നീ മാത്രമെൻ തണലെന്നും, നീ മതി എൻ യേശുവേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത് വാക്യത്തിൽ ഞാൻ നീതിയുടെ മാർഗത്തിൽ നടക്കും എന്ന് പറയുന്ന ഒരാഴമായ സെൻറ്റൻസ് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മോട് ആഴമായി ഓർപ്പിക്കുന്നതും എന്താണെന്ന് ചോദിച്ചാൽ, അനീതിയുടെ മാർഗം വിട്ട് നീതിയുടെ മാർഗം തിരഞ്ഞെടുക്കുകയും നീതിയുടെ വഴിയിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നവരാകണം എന്നുള്ളത് തന്നെയാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതും നമ്മോട് ഓർപ്പിക്കുന്നതും. നാം ഈ ലോകത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ, അനീതി കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന, സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുന്ന, ആ നിലവാരങ്ങളിൽ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തികളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർക്കെവിടെയും ഒരു പരാജയമില്ല. അവർ ഉയർച്ചകളും നന്മകളും അനുഗ്രഹങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ട് അവർ മുൻപോട്ട് കടന്നു പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പിന്നത്തേതിൽ അവരെ നോക്കുമ്പോൾ അവരും അവരുടെ തലമുറകളുമൊക്കെ നശിച്ചു പോകുന്ന, തകർന്നു പോകുന്ന ചരിത്രവും നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്നാൽ നീതിമാർഗം തിരഞ്ഞെടുത്ത് സത്യത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുക കൊണ്ട് എങ്ങും എത്തിപ്പെടാൻ കഴിയാതെ പോയ അനവധി ഭക്തന്മാരെ തിരുവചനത്തിലും ലോക ചരിത്രത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ തലമുറകളെ ദൈവം സമൃദ്ധിയായും അനുഗ്രഹീതമായും ശ്രേഷ്ഠമായ നിലകളിൽ അനുഗ്രഹിപ്പാനും ഉയർത്തുവാനും ഇടയായി തീർന്നിട്ടുണ്ടെന്നും നമുക്ക് തിരുവചനത്തിലൂടെ കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ അതിന് 30 മുതലൊക്കെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, ആലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്ന മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആഴമായ അരുളപ്പാടുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവിടെ പറയുന്നത്, ഒരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവനെക്കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിൻ്റെ യാഗപീഠത്തിൻ്റെ മുൻപാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ, നീ സ്വർഗത്തിൽ കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടൻ്റെ നടപ്പ് അവൻ്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാൻ്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരയണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ 2 അതിപ്രധാനമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തേത്, ദുഷ്ടത പ്രവർത്തിക്കുന്ന, തിന്മ പ്രവർത്തിക്കുന്ന ആളുകൾ നീതീകരിക്കപ്പെടുകയില്ലെന്നും അവർ ദൈവത്തിൻ്റെ ശിക്ഷകൾക്ക് പാത്രമായി തീരുമെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ, നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഭക്തന്മാർക്കു വേണ്ടി അത്യുന്നതനായ ദൈവം നീതിക്ക് തക്കവണ്ണം അവർക്ക് നൽകി അവരെ നീതീകരിക്കുകയും അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനീതിയുടെ പിന്നാലെ പോകുക എന്നതല്ല, നീതിയുടെ പക്ഷത്ത് നിൽക്കുകയും നീതിക്ക് വേണ്ടി പോരാടുകയും നീതി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവരാകുന്നു എങ്കിൽ, നീതിമാനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല തലമുറയായി നമുക്ക് വേണ്ടി ദൈവം നീതി നടത്തിത്തരികയും നമുക്ക് നന്മകൾ നൽകിത്തന്ന് ആ നിലകളിൽ നമ്മെ മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അനീതി വിട്ട് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരും നീതി തിരഞ്ഞെടുത്ത്
നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നവരുമായി തീരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങൾ നീതിയുടെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് നീതിയുടെ വഴിയിലൂടെ യാത്ര ചെയ്ത് നീതിമാനായ ദൈവത്താൽ ന്യായം പാലിച്ചെടുക്കത്തക്ക തലത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം കൊണ്ടും നന്മ കൊണ്ടും നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.